ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാനാണോ എൻ്റെ സഹോദരന്റെ കാവൽക്കാരനെന്ന് അന്ന് കായേൻ ദൈവത്തോട് ചോദിച്ചെങ്കിൽ ആരാണ് എൻ്റെ അയൽക്കാരനെന്ന് ഇന്ന് നിയമജ്ഞൻ ഈശോയോട് ചോദിക്കുന്നു. അയൽക്കാരൻ ആരെന്ന് ഈശോയല്ലാതെ ലോകചരിത്രത്തിൽ തന്നെ മറ്റാരും ഇത്ര മനോഹരമായി വിവരിച്ചിട്ടില്ല. ബലിയർപ്പകനായി പോകുന്ന പുരോഹിതനും പിന്നാലെ വന്ന ലേവായനുമാണോ യഥാർത്ഥത്തിൽ ബലിയർപ്പിച്ചത്? അതോ താൻ ചെയ്യാനായി പോയ സ്വന്തം കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് വഴിയിൽ വീണുകിടന്ന സഹോദരന്റെ ശുശ്രൂഷയ്ക്കായി തന്നെയും തനിക്കുള്ളവയും മുഴുവൻ ചെലവഴിക്കുന്ന സമ്രായനാണോ? കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ടവന് വേണ്ടി തന്നെ പൂർണ്ണമായി വ്യയം ചെയ്ത് തീർത്തവൻ തന്നെയാണ് ബലിയർപ്പണത്തിന്റെ ആഴവും അർത്ഥവും കാണിച്ചു തരുന്നത്. സകലർക്കും വേണ്ടി സ്വയം ശൂന്യനാക്കിയ ഈശോയാണ് യഥാർത്ഥത്തിൽ ബലിയർപ്പകനും ബലിവസ്തുവും. ഇന്ന് അവന്റെ ബലിയുടെ ആചരണത്തിലും അനുസ്മരണത്തിലുമാണ് നാം പങ്കുചേരുന്നത്. വിശുദ്ധ ബലിയിലെ പങ്കുചേരലിലൂടെ അവൻ അർപ്പിച്ച ബലിയുടെ മുഴുവൻ യോഗ്യതയിലും നമുക്ക് പങ്കുചേരാം. ഈശോയുടെ ജനനം മുതൽ രണ്ടാം വരവ് വരെയുള്ള മുഴുവൻ രക്ഷാകര രഹസ്യങ്ങളുടെ ആചരണത്തിലും അനുസ്മരണത്തിലും യോഗ്യതയോടെ നാം പങ്കെടുക്കുമ്പോൾ അവയിൽ ഓരോന്നിലും നിറച്ചു വെച്ചിരിക്കുന്ന കൃപ നമ്മിലേക്ക് ഒഴുകുന്നു. ബലിപീഠത്തിൽ നിന്നും സ്വീകരിച്ച കൃപയുടെ സമൃദ്ധി പുറത്തേക്കിറങ്ങി ചുറ്റുമുള്ളവരിലേക്ക് ഒഴുക്കിക്കൊടുക്കുമ്പോൾ അവിടെ നാമും ബലിയർപ്പകരായി മാറുന്നു. രാജകീയ പൗരോഹിത്യം ശുശ്രൂഷയായി പകരപ്പെടുന്നു. സഹോദരങ്ങളിലേക്ക് മുഴുവൻ ഒഴുക്കിക്കൊടുത്ത ശൂന്യമായ പാത്രവുമായി അടുത്ത ദിവസം വീണ്ടും അവന്റെ അടുക്കലേക്ക് പോകുന്നു. എല്ലാം ഒരുക്കി വെച്ചിട്ട് നമ്മെ കാത്തിരിക്കുന്ന അവൻ പിന്നെയും നിറച്ചു നമുക്ക് തരുന്നു. ആ കൃപകൾ മുഴുവൻ സ്വീകരിച്ച് ദുഷ്ടന്റെ ക്രൂരമ്പുകളെ ചേർത്ത് തോൽപ്പിച്ച് ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നാം ശക്തരായി തീരുന്നു. എന്റെ നല്ല സമറായ, ഇതിനെല്ലാം ഞാൻ എന്തു പകരം തരും? എന്റെ ജീവിതമല്ലാതെ മറ്റൊന്നും എനിക്ക് നൽകാനില്ല. ഇതാ എന്നെ പൂർണ്ണമായും അങ്ങേക്ക് വിട്ടുതരുന്നു. എന്നെ അങ്ങ് പൂർണ്ണമായും ഏറ്റെടുക്കൂ. ഇനി മുതൽ നിന്റെ ബലിയിൽ ഞാൻ പങ്കെടുക്കുന്നത് എന്റെ സ്വാർത്ഥപരമായ ഏതോ രഹസ്യ നിയോഗങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് നീ നേടിത്തന്ന കൃപ സ്വീകരിച്ചിട്ട് എന്റെ സഹോദരങ്ങളിലേക്ക് ഒഴുക്കിക്കൊടുക്കുന്നതിന് ശക്തി ലഭിക്കാനാണ്. രക്ഷകൻ പകർന്നു തന്ന ഈ കൃപയുടെ ഭണ്ഡാകാരം മുഴുവൻ സൂക്ഷിച്ചിട്ട് എന്നിലേക്ക് ഒഴുക്കിത്തരുന്ന എൻ്റെ അമ്മയായ തിരുസഭയെ ഞാൻ സ്നേഹിക്കുന്നു. അവയുടെ വിതരണക്കാരായ വന്യപുരോഹിതർക്കും പുരോഹിത ശ്രേഷ്ഠർക്കും എൻ്റെ നമോവാകം. ഇന്ന് തിരുസഭയുടെ വീരപുത്രിയും വീരപുത്രനുമാക്കി മാറ്റണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മാമോദീസ മുതൽ ഓരോ കൂദാശകളിലൂടെയും മറ്റു പ്രാർത്ഥനകളിലൂടെയുമെല്ലാം കൃപകൾ വാങ്ങിത്തരുന്ന എല്ലാ പ്രിയപ്പെട്ട പുരോഹിതരെയും ഇന്ന് നന്ദിയോടെ നമുക്ക് സ്മരിക്കാം, അവർക്കായി പ്രാർത്ഥിക്കാം. ആമേൻ. ഈ ഒരു മാസം മുഴുവൻ വചനവിചിന്തനം ശ്രവിച്ച എല്ലാ ശ്രോതാക്കളോടും നന്ദി പറയുന്നു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ.